ഹേ സിനിഫൽസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമ അപ്ഡേറ്റ് ഉണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ LJP മൂവിനെ പറ്റിയാണ്. മലയാള സിനിമ മാത്രം ചെയ്തിരുന്ന LJP അങ്ങനെ ഒരു ബോളിവുഡ് ചിത്രം ചെയ്യുകയാണ്. ദിൽ കഷി എന്നാണ് സിനിമയുടെ പേര്. നമ്മുടെ ആമസോൺ പ്രൈമാണ് റൈറ്റ്സ് വാങ്ങിച്ചിരിക്കുന്നത്. AR റഹ്മാനാണ് സിനിമയുടെ മ്യൂസിക്കിൽ ചെയ്യുന്നത്. അപ്പോൾ മലയക്കോട്ടെ വാലുവിന് ശേഷം നമ്മുടെ LJPയുടെ അടുത്ത മൂവി ഈ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ദിൽ കഷി എന്ന മൂവിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അടുത്ത അപ്ഡേറ്റ് ഒരു മണിരത്നം ചിത്രത്തെ പറ്റിയാണ്. സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ വിജയ് സേതുപതിയും സായി പല്ലിയുമാണ്. അപ്പോൾ എന്തായാലും മദ്രാസ് ടാക്കീസിൻ്റെ 23ാമത്തെ പ്രൊഡക്ഷനാണ്. അപ്പോൾ എന്തായാലും സിനിമ നല്ല ഗംഭീരം തന്നെയായിട്ട് ഈ സിനിമയുടെ മ്യൂസിക്കിൽ നമ്മുടെ AR റഹ്മാൻ തന്നെയാണ്. ഒരു ഖാലിദ് റഹ്മാൻ ചിത്രം അല്ലെങ്കിൽ മമ്മൂക്ക കൊച്ചി ബേസിൽ വരുന്ന ചിത്രം വരുമ്പോൾ എല്ലാവരും കളിയാക്കുന്ന ഒരു പേരാണ് മട്ടാഞ്ചേരി മാഫിയ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ്. ഇപ്പോൾ അതേ പേരിൽ തന്നെ ഒരു സിനിമ നമ്മുടെ ഖാലിദ് റഹ്മാൻ ചെയ്യുകയാണ്, മട്ടാഞ്ചേരി മാഫിയ. സിനിമയിൽ നമ്മുടെ മമ്മൂക്കേനെ കൂടാതെ ആസിഫ് അലി, നസ്ലിൻ എന്നിവർ ഉണ്ടാകുന്നതായിരിക്കും. പ്ലാൻ ബി മോഷനാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഖാലിദ് റഹ്മാൻ ഈ കോമ്പോയിൽ വരാതിരുന്ന നമ്മുടെ ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ് ചിത്രമായിരുന്നു ഇത്. പക്ഷേ അവർ പിന്മാറിയോടെ ഇത് വേറെ സെപ്പറേറ്റ് ചിത്രമായി. അപ്പോൾ എന്തായാലും നമുക്ക് മട്ടാഞ്ചേരി മാഫിയയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഈദ് മുബാറക്ക് പ്രമാണിച്ച് നമ്മുടെ മോളിവുഡ് ടൈംസിൽ പുതിയൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. നമ്മുടെ നസ്ലിൻ്റെ സിനിമയിൽ നമ്മുടെ ആവേശത്തിൽ ശാന്തൻ കൂടെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഒരു കിടിലം പടം തന്നെ ആവട്ടെ. LJPയുടെ ആദ്യകാല ചിത്രങ്ങളിൽ ഒരു ചിത്രമാണ് നമ്മുടെ നായകൻ. അപ്പോൾ സിനിമയിൽ നായകനായിട്ട് വരുന്നത് നമ്മുടെ ഇന്ദ്രജിത്താണ്. അപ്പോൾ ഈ സിനിമ അങ്ങനെ 4K റിലീസ് ചെയ്യുന്നതാണ്. അങ്ങനെ റിലീസ് ഡേറ്റ് വന്നിട്ടില്ല, ഈ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. ആട് 3 ഇപ്പോൾ തിയേറ്ററിൽ വൻ ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മുടെ ജയസൂര്യ അടുത്ത ചിത്രങ്ങളൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ സ്ക്രിപ്റ്റിനൊക്കെ ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓപ്പറേഷൻ ട്രയൽ അങ്ങനെ വരികയാണ്. ഇപ്പോൾ നമ്മുടെ കളങ്കാവലിലെ ജിതിൻ K ജോസിൻ്റെ ഒപ്പമാണ് ഇനി അടുത്തതായിട്ട് നമ്മുടെ ജയസൂര്യ ചെയ്യുന്നത്. പുതിയ സിനിമകളുടെയൊക്കെ ഡിലീറ്റഡ് സീൻ നമ്മൾ കാണാറുണ്ടല്ലോ. ഇതിപ്പോൾ ഒരു ആദ്യമായിട്ടാണ് ഒരു പഴയ സിനിമയുടെ ഡിലീറ്റ് സീൻ ഇത്രയും കാലം കഴിഞ്ഞിട്ട് വരുന്നത്. അത് നമ്മുടെ ലാലേട്ടൻ്റെ സീനും അതിലുണ്ട്. അതായത് നിരഞ്ജൻ എന്ന ക്യാരക്ടറിൻ്റെ ഒരു ജയിലിന് ശേഷമുള്ള ഒരു ക്യാരക്ടർ. അപ്പോൾ ഈ സീനിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇനി മറ്റൊരു ദുഃഖകരമായ വാർത്തയാണ്. അത്യാവശ്യം നല്ലോണം ഹിറ്റും സംഭവങ്ങളൊക്കെ ആവേണ്ട ഒരു ചിത്രമായിരുന്നല്ലോ ദൃശ്യം 3. പക്ഷേ മിഡിൽ ഈസ്റ്റിൽ യുദ്ധത്തിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ നടക്കണോണ്ട് റിലീസ് ചെയ്ത് മാറ്റാനുള്ള സാധ്യതയുണ്ട്. കാരണം അവിടെ നിന്നാണ് ഒരു മെയിൻ ബിസിനസ് വരുന്നത്. കാരണം ഇത്രയും റൈറ്റ്സും അറിയാമല്ലോ നിങ്ങൾക്ക്, ആ കളക്ഷനൊക്കെ. അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രം പോരാ, മറ്റ് മിഡിൽ ഈസ്റ്റ് ഒരു മേജർ സോഴ്സ് ആണല്ലോ. സോ അവരില്ലാണ്ട് നമുക്ക് ദൃശ്യം 3 ഇറക്കാൻ പറ്റില്ല. അപ്പോൾ റിലീസ് ചെയ്ത് മാറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മളിതിനു മുന്നേ പറഞ്ഞതുപോലെ നമ്മുടെ പ്രിയദർശൻ്റെ 100ാമത്തെ ചിത്രമായ അനൗൺസ്മെൻറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ലാലേട്ടനും. പിന്നെ പ്രൊഡ്യൂസറായിട്ട് നമ്മുടെ ആശീർവാദ് സിനിമാസുമാണ്. അപ്പോൾ എന്തായാലും സിനിമ ഉടൻ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. മോഹിനിയാട്ടം എന്ന സിനിമയിലെ നില ഊഞ്ഞാല എന്ന വീഡിയോ സോങ് ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. എല്ലാവരും ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. പാട്രിയോട്ട് എന്ന സിനിമയുടെ ട്രെയിലർ ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ ഒരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ഒട്ടിയിട്ട് വാർത്തകളും സിനിമ വാർത്തകളൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.